ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തീർത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ, നിങ്ങളതുകൂടി ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് നോക്കാം. ഇന്നത്തെ നിങ്ങൾക്കുള്ള എനർജി എന്താണ്, ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ്, ഗൈഡൻസ് എന്താണെന്നൊക്കെ നോക്കാം. സിക്സ് ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ. ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു കർമ്മ, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പാസ്റ്റിൽ ആർക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ ആയിട്ട് വരുന്നൊരു സമയമാണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ആൾക്കാരെ ഒരുപാട് സഹായിക്കുന്ന വ്യക്തിയായിരുന്നിരിക്കാം. അപ്പോൾ നമുക്ക് കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. നമുക്ക് മറ്റുള്ളവർക്കൊരു ആവശ്യം വരുമ്പോൾ അവർ നമ്മളോട് ചോദിക്കാതെ നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടേതാണ്. നിങ്ങൾ എന്തൊക്കെ അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ പല വഴികളിലൂടെ, ചിലപ്പം ആ ഒരു വ്യക്തി ആയിരിക്കില്ല നമുക്ക് ആ ഒരു സഹായം ചെയ്യണത്, വേറെ ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ ദൈവം ഒരുക്കും. അങ്ങനെ പല ആൾക്കാരും നിങ്ങളിലേക്ക് സഹായവുമായിട്ട് വരുന്നു എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പല ആൾക്കാർ വരും നിങ്ങളെ സഹായിക്കാൻ. ചിലപ്പോൾ എയർപോർട്ടിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഓഫീസിൽ നിങ്ങൾ നിയമപരമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കയറി ഇറങ്ങി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയം ഏതെങ്കിലും വ്യക്തികൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് നിങ്ങൾക്ക് അവർ സഹായം ചെയ്തു തരും. അത് അങ്ങനെ മാത്രമല്ല, ഏത് വഴിയിലായാലും നിങ്ങൾക്കൊരു സഹായം വേണ്ടത്, ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാശിന് ആവശ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതെങ്ങനെ കിട്ടും എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വഴികളിലൂടെ, നിങ്ങൾ കൊടുത്തതൊന്നും ആയിരിക്കില്ല, വേറെ ഏതൊക്കെയോ വഴികളിലൂടെ നിങ്ങളിലേക്ക് സഹായം എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എത്ര കൊടുത്തിട്ടുണ്ടോ അത്ര മാത്രം ശരിക്കും നിങ്ങളിലേക്ക് ഒരു സഹായം വരുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം. അപ്പം നിങ്ങൾ കർമ്മയിൽ വിശ്വസിക്കുന്നു. ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാകുന്നു നിങ്ങളുടെ ഗുഡ് കർമ്മയുടെ ഫലം നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങിയെന്ന് മനസ്സിലാക്കുകയും നിങ്ങളതിൽ സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങളൊന്ന് ഒരുങ്ങുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. നിങ്ങളെ സ്വയം ഒന്ന് പുകഴ്ത്തുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും പാസ്റ്റിൽ സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്തത് ശരിയാണോ, ഞാൻ സംസാരിക്കുന്നത് ശരിയാണോ, എന്നെ കാണാൻ നല്ലതാണോ, എന്നെ കണ്ട ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും മോശം ഇമേജാണോ ഉള്ളത്, അങ്ങനെയൊക്കെ ഒരു മോശമായിട്ടുള്ള ഒരു ചിന്താഗതിയാണോ ഉള്ളത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ വളരെ കൂടുതലാണ്. എന്നെ കാണുമ്പോൾ ആരെങ്കിലും നോക്കുന്നത് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണോ ഇത് ഞാൻ പറയാൻ കാരണം, ഇങ്ങനെ ഈ ആറ്റിറ്റ്യൂഡുള്ള കുറേയധികം ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് വന്നൊരു മെസ്സേജാണ്. അങ്ങനെ ആരെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ വിചാരിച്ച് സെൽഫ് ഡൗട്ടിലിരുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ട്, ആരെന്ത് ചിന്തിച്ചാലും എനിക്കൊന്നുമില്ല, ആര് ചിന്തിച്ചാലും എനിക്കെന്താണ്, ഇത് എൻ്റെ സന്തോഷമാണ്, ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നു, ഞാൻ മറ്റുള്ളവർക്ക് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല, ആരെയും വേദനിപ്പിക്കുന്നില്ല, ആരെയും ഇൻസൾട്ട് ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ എൻ്റെ സന്തോഷം പൂർണ്ണമായും കണ്ടെത്തും. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. ശരിക്കും സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചില ഡിസിഷൻസ് എടുക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം പറ്റുന്നു. അപ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. അത് ആരെയും വേദനിപ്പിക്കാനല്ല,
ആരെയും വേദനിപ്പിക്കാതെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റും ഇന്നത്തെ ദിവസം. അത് തുടങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങളെ കണ്ണാടിയിലൊക്കെ നോക്കി നിങ്ങളെ തന്നെ ആസ്വദിക്കുന്ന ഒരു എനർജിയാണ് ഇത്. കൂടുതലും ഒരു സ്ത്രീകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജാണ് കൂടുതലും ഇതിനകത്തുള്ളത്. പുരുഷന്മാരും ഉണ്ടായിരിക്കാം, പക്ഷേ സ്ത്രീകളുമായിട്ട് ഈ ഒരു എനർജി കൂടുതലായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കണ്ണാടിയിൽ കുറേ സമയം നോക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങളുടെ സ്കിൻ കെയറോ നിങ്ങളെ ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കണമെന്ന് ചിലപ്പോൾ നിങ്ങൾ ഇപ്പം ഈ ഒരു അടുത്ത സമയത്തായിരിക്കും നിങ്ങൾ നോക്കാൻ തുടങ്ങിയത്. നിങ്ങളുടെ സ്കിന്നും നിങ്ങളുടെ ഹെയറും നിങ്ങളെ കൂടുതലൊന്ന് ശ്രദ്ധിക്കുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഞാനിത് ശ്രദ്ധിക്കാതെ പോയത്. ഇപ്പോൾ ചിലപ്പോൾ ജോലി തിരക്ക് ഒരുപാടുള്ള ആൾക്കാർ അവനവനെ ശ്രദ്ധിക്കാൻ ഒട്ടും തന്നെ സമയം കിട്ടൂല. പക്ഷേ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റി വസ്ത്രധാരണത്തിലൊക്കെ ഒരു ചേഞ്ച് വരുത്തുന്നു. എല്ലാ തരത്തിലുള്ള ചേഞ്ച് നിങ്ങൾക്ക് വരുത്തണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം. ഈ ജീവിതം നമ്മുടെ മുന്നിലുള്ള ഈ ഒരു ജന്മം മാത്രമേ നമുക്കറിയാവൂ. അല്ല, നമുക്ക് പാസ്റ്റിൽ നമ്മൾ എന്തായിരുന്നു എന്ന് നമ്മൾ ആകാശിക് റെക്കോർഡോ പാസ്റ്റ് ലൈഫൊക്കെ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാഡി ജ്യോതിഷമൊക്കെ നോക്കിയാലേ നമുക്ക് പാസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ചില ക്ലൂസ് കിട്ടും. കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെയാണ്, അപ്പം കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അത് സ്പിരിച്വൽ ആയിട്ടുള്ള എവർക്കണ്ടായി വരുന്ന സോളിന് മനസ്സിലാക്കാൻ പറ്റും. ഇതുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ പ്രധാനപ്പെട്ട കുറേ സംഭവങ്ങൾ ഉണ്ടാകുന്നത്, നമുക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാകുന്നത്, മാത്രമല്ല നമ്മൾ വർക്ക് പ്ലേസിൽ കുറേയധികം ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നത് ഈ കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാണ്. അത് ഒരു പാറ്റേൺ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഒരിടത്തുനിന്ന് അടുത്തടുത്ത് പോയാലും ഇത് തന്നെ സംഭവിക്കും, വീണ്ടും അടുത്തടുത്ത് പോയാലും ഇത് തന്നെ സംഭവിക്കും. അപ്പോൾ അതൊരു കാർമിക് പാറ്റേൺ ആണ്. അപ്പോൾ അത് പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ടതാണ്. പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഹീൽ ചെയ്യാത്ത, നിങ്ങൾ റിസോൾവ് ചെയ്യാത്ത കുറേ പ്രോബ്ലംസുമായിട്ട് അടുത്ത ജന്മം എടുക്കുമ്പോൾ വീണ്ടും ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരും. അപ്പോൾ അത് കഴിഞ്ഞ ജന്മവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് കഴിഞ്ഞ ജന്മം എന്തായിരുന്നു എന്ന് കാണാൻ. അപ്പോൾ അത് പോയി നോക്കാറുണ്ട്. ഇപ്പം ആകാശിക് റെക്കോർഡ് റീഡ് ചെയ്യാം, നാഡി ജ്യോതിഷം നോക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളുടെ മുന്നിലുള്ളത് ഈ ഒരു ജന്മം മാത്രമാണ്. ഈ ജന്മത്തിൽ എന്താണെന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് അറിയാം. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഈ ജന്മം മാത്രമാണ്. അപ്പം ഈ ഒരു ജന്മത്തിൽ നമ്മൾ എത്രമാത്രം നല്ലതാകാൻ പറ്റുമോ, എത്ര ഒരു ബെറ്റർ പേഴ്സൺ ആകാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ പരിപൂർണമായും ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. നമ്മളുടെ മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക. കാരണം എല്ലാ ആൾക്കാർക്കും ഏതെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാകും. നമ്മൾ മാത്രം ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ് എപ്പോഴും. ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം, മറ്റുള്ളവർ എന്നെ ഒന്നും പറയാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടാക്കാൻ പാടില്ല, എന്നാൽ മാത്രമേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവൂ, എന്നാൽ മാത്രമേ ഞാൻ എന്നെ ശ്രദ്ധിക്കൂ, എന്നാൽ മാത്രമേ എനിക്ക് എന്നെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു റോൾ മോഡലായിട്ട് നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യമൊക്കെ എടുത്തു മാറ്റുക. നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ആ കുറവുകളോടുകൂടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പതിയെ നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റും, നമ്മളുടെ കുറവുകളൊക്കെ നികത്തും. അപ്പോൾ ആരും തന്നെ പൂർണ്ണരല്ല എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സമയമാണ് ഇന്നത്തെ ഒരു എനർജിയിൽ കാണുന്നത്. നിങ്ങൾ കൂടുതൽ നിങ്ങളെ അട്രാക്റ്റീവ് ആക്കുന്ന ഒരു എനർജിയാണ്. ശരിക്കും ഒരു ഡിറ്റർമിനേഷൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു ഒരു ദൃഢവിശ്വാസം അത് നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നു എന്നാണ് കാണുന്നത്. നയൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. വളരെ ഹാപ്പി ആയിട്ട് ജീവിതം എൻജോയ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ഹാപ്പി ആൻഡ് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മളുടെ മുന്നിലുണ്ടെങ്കിലും നമ്മളതൊക്കെ വളരെ ഈസി ആയിട്ട് കാണാൻ ഉള്ളൊരു പരിശ്രമമെങ്കിലും നമ്മൾ നടത്തും. നമുക്ക് അത് നമ്മൾ കൂടുതൽ ടെൻഷൻ എടുപ്പിക്കാൻ ഇഷ്ടപ്പെടാതിരിക്കും ഇന്നത്തെ ദിവസം. ചില കാര്യങ്ങളെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കും. നമ്മളുടെ ജീവിതത്തിൽ വന്ന കുറേ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ, നമ്മൾ സ്ട്രഗിൾ ചെയ്ത കുറേ സിറ്റുവേഷൻ. കാരണം എല്ലാവരും എനിക്ക് കുറേ ട്രോമയുണ്ട്, പാസ്റ്റിൽ ചൈൽഡ്ഹുഡ് ട്രോമയുണ്ട്, റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ട്, പിന്നെ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് ഓർമ്മ പോലും കാണൂല നമ്മളിത് ഹീൽ ചെയ്താൽ.
അപ്പോൾ ആൾക്കാർ ചിലപ്പോൾ പലപ്പോഴും പറയാറുണ്ട് വന്ന വഴി മറക്കുമെന്ന്. അത് മറക്കുന്നതല്ല, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നതാണ്, നമ്മൾ തിരിച്ചറിയുന്നതാണ്. ഇതൊക്കെ നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇനി അത് ആ ഒരു ഓർമ്മകളും പേര് നമ്മൾ ജീവിതകാലം മുഴുവൻ ആ ട്രോമയിൽ ജീവിക്കേണ്ട ഒരു കാര്യമില്ല. അത് ഒരു തെറ്റായ ധാരണയാണ് കേട്ടോ. ആ ഒരു കാര്യമൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ മറക്കുക എന്ന് വെച്ചാൽ ആ ഒരു സാഹചര്യം നമുക്കുണ്ടാക്കിയ മുറിവുകൾ നമ്മൾ മുറിവുകൾ ഉണക്കുക, അത്രയേ ഉള്ളൂ. ആ സാഹചര്യം ഉണ്ടായിക്കോട്ടെ, അത് നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെ പറ്റിച്ച ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ച വ്യക്തികൾ, സാഹചര്യങ്ങൾ, അതൊക്കെ അവരൊക്കെ ഗുരുക്കന്മാരാണെന്ന് മനസ്സിലാക്കുക. ആ ഒരു സാഹചര്യം അങ്ങനെ തന്നെ ഉണ്ടാകേണ്ടതാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കുറേ കാര്യങ്ങൾ, ആ ഒരു ജന്മത്തിൻ്റെ തുടർച്ച ഈ ജന്മത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നു, അത്രേ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി വളരെ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമാണിത്. എല്ലാം അറിയാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കേട്ടോ. നമുക്ക് കിട്ടിയ ചെറിയ ചെറിയ നന്മകൾക്ക് പോലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പം നമ്മളുടെ പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ, നമുക്ക് ഉള്ള കാര്യങ്ങൾ, നമ്മളെ ഇല്ലായ്മയിൽ ഫോക്കസ് ചെയ്യാതെ, എനിക്ക് അങ്ങനെ ഇല്ല, ഞാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മളില്ല, അങ്ങനെ പല കാര്യങ്ങളില്ലാത്ത ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മളിൽ എന്തുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. എനിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, ഒരു നല്ല വീടുണ്ട്, അല്ലെങ്കിൽ ഒരു വീടുണ്ട്, ഞാൻ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, നല്ല ഡ്രസ്സ് ഇടുന്നുണ്ട്, എൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളിലും ഗ്രാറ്റിറ്റ്യൂഡ് ഓടെ ഇരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്കുള്ള കാര്യങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. അപ്പോൾ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണതിന് പകരം നമ്മൾ ആ ഒരു ലിസ്റ്റ്, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഇതൊക്കെ നമ്മൾ മറന്നു പോകണതായിരിക്കാം. ഇന്നൊരു നല്ല ഭക്ഷണം കഴിച്ചു, ഇന്നൊന്ന് പുറത്തു പോയി, അല്ലെങ്കിൽ ഒരാളിനോട് നല്ലതായിട്ട് സംസാരിച്ചു, എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്തു, ഇതൊക്കെ ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പം അതൊക്കെ നമ്മൾ അതിൽ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കണം. ഇപ്പം നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തികളോടും പോലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എല്ലാ ആൾക്കാരോടും, നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹത്തോടും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുന്ന ഒരു ദിവസമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കണം എന്നാണ് കാണുന്നത്. മൂൺ കാർഡാണ് മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഇതുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. നിങ്ങൾ എഴുതി വെക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ആൾക്കാർ, നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഫുൾ മൂണിലെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത് നല്ലതായിരിക്കും. ഫുൾ മൂണിന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത് പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ആകും. അപ്പോൾ ചന്ദ്രഗ്രഹണം, ഫുൾ മൂൺ, അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. ഇതിൽ ഒരു ഫുൾ മൂണിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന ഒരാളാണത്. അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ, അപ്പം അത് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് റിയാലിറ്റിയിലേക്ക് വരും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്താണ് എന്ന് നമ്മളെ മനസ്സിലാക്കാനുള്ള ചില പരീക്ഷണങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നടക്കും. അത് ചില വ്യക്തികളായിട്ട് കൊണ്ടുവരും, ചില അസുഖങ്ങളായിട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ ചില നഷ്ടങ്ങളായിട്ട് കൊണ്ടുവരും. ഇതൊക്കെ ഒരു സെൽഫ് റിഫ്ലക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ എന്താണെന്ന് സ്വയം മനസ്സിലാക്കണമല്ലോ. അത് നമ്മളെ മനസ്സിലാക്കിയിട്ടില്ല. ഓരോരുത്തരും അവനവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും അതുണ്ടല്ലോ, നമുക്ക് നെഗറ്റീവ് സൈഡ് എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ. നെഗറ്റീവാണ് യഥാർത്ഥത്തിൽ ആ നെഗറ്റീവ് തിരിച്ചറിയുമ്പോഴാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ എനിക്കുണ്ടല്ലോ, അല്ലാതെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ മിസ്റ്റേക്സ് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. നമുക്കുള്ള സ്പിരിച്വൽ ഗിഫ്റ്റ്, നമുക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ജന്മത്തിൽ കിട്ടുന്ന സ്പിരിച്വൽ ഗിഫ്റ്റാണ്. നമുക്ക് വേറെ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളെ തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താണ് കാര്യം? നമ്മളെ തിരിച്ചറിയുന്ന ആൾക്കാരും, സ്വയം തിരിച്ചറിവുള്ള ഒരാൾക്കാരും മറ്റാരും ദ്രോഹിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം സ്വയം ആ തിരിച്ചറിയില്ലാത്ത ആൾക്കാരാണ് മറ്റുള്ളവരെ പറ്റിക്കണം, മറ്റുള്ളവരെ ചതിക്കണം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം, മറ്റുള്ളവരെ വേദനിപ്പിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു തിരിച്ചറിവിൻ്റെ പാതയിലാണ്. നിങ്ങൾ ശരിക്കും ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു 3D വേൾഡിൽ അതിന് പകരം നിങ്ങളൊരു 4D അല്ലെങ്കിൽ വേറെ ഡൈമെൻഷനിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. അത് നിങ്ങൾ മെഡിറ്റേഷനിലൂടെയാണ് അത് പറ്റണത്. അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുക എപ്പോഴും. അതിനൊരു പ്രയോറിറ്റി കൊടുക്കാൻ ശ്രമിക്കുക. സോളുമായിട്ട് കണക്ട് ആകാൻ പറ്റും ഈ മെഡിറ്റേഷനിൽ. നമ്മളുടെ ഉള്ളിലേക്ക് നോക്കാൻ പറ്റും. നമ്മൾ തന്നെയാണ് നമ്മളുടെ ഗുരു. നമ്മളെപ്പോഴും ഗുരുവിന് തേടി പുറത്താണ് നടക്കുന്നത്. പക്ഷേ നമ്മൾ പിന്നീട് മനസ്സിലാക്കും ഗുരു എന്താണ്. മറ്റുള്ള പുറത്തുള്ള ഗുരുക്കന്മാർ നമ്മളുടെ ഉള്ളിലുള്ള ഗുരുവിനെ കണക്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ്. അവരൊരു ടൂളാണ്. അപ്പോൾ ഈ മെസ്സേജസ് എല്ലാം വരുന്നത് നമ്മളുടെ ഉള്ളിൽ നിന്നാണ്. കാരണം നമ്മൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ അറിയാവുന്നത് പോലെ ലോകത്ത് ഒരാളിനും നമ്മളെ അറിഞ്ഞൂടാ. നമ്മളുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്നത് നമുക്ക് മാത്രമാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകും എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ അത് ഇതൊരു തിരിച്ചറിവായിട്ട് നിങ്ങൾ കണക്കാക്കുക. സുഫാൻസിൻ്റെ ഒരു തുടക്കമാണ്. അപ്പോൾ ഇന്നൊരു പുതിയ തുടക്കമാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ടൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നൊരു സമയമാണ് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ ഏറ്റവും ഇങ്ങനൊരു കാര്യം എനിക്ക് വേണം, അല്ലെങ്കിൽ അത് ആ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ, നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെ ഒരു കാര്യം അതിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് ആ ഒരു തുടക്കം ഇന്ന് ദൈവമായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും, ഒരു ചാൻസ് തരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് ആക്ഷൻ എടുക്കണം. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ ഡ്രീം ജോബായിരിക്കും. നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചൊരു ജോലി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതൊരു ജോബ് ഓഫർ കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കാൻ പോണതായിരിക്കാം. അങ്ങനെ ഒരു എനർജി ഇതിനകത്തുണ്ട്. നോക്കാം. 5 സോഡ്സിൻ്റെ എനർജിയാണ്. നമ്മളെപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും നമ്മളിൽ മിസ്റ്റേക്സ് ഒന്നും വരാതിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നത് മണ്ടത്തരാണ്. നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരാം. അപ്പം നമ്മൾ എപ്പോഴും പാസ്റ്റിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ, അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചത്, അതൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തിനാണ് ഇത്രയും തെറ്റുകൾ ചെയ്തത്, ഇതൊക്കെ ചെറിയ കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ നിങ്ങളുടെ സോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം മാത്രമായിരിക്കാം. ചിലപ്പോൾ ചില വാക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സ്വാർത്ഥമായ ഒരു കാര്യങ്ങൾ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം നമ്മൾ ഏതെങ്കിലും വ്യക്തികളെ മനസ്സുകൊണ്ട് നമുക്ക് വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ഫോർഗീവ്നെസ് ചോദിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് നിങ്ങൾ ബ്ലെസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നിമിത്തം ആരെങ്കിലും വേദനിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരോട് എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറുന്നത് വരെ നിങ്ങൾ അവരോട് ഫോർഗീവ്നെസ് ചോദിക്കുക. അവരുടെ നേരിട്ട് ചോദിക്കണം എന്നുള്ളതല്ല, മനസ്സിൽ നമ്മൾ അവരെ കൊണ്ടുവന്നിട്ട് പറയുക, നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, എന്നോട് ഞാൻ ചെയ്യുന്നെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണം എന്ന് അവരെ സോളിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അവർ റിസീവ് ചെയ്തോളും. എന്നിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ വിട്ടുകളയുക. അത് ഹോൾഡ് ചെയ്തുകൊണ്ട് പോകാതിരിക്കുക. നമുക്ക് ഹോഴ്സാണ്. ഷോർട്ട് ജേണി, നിങ്ങളൊരു ചെറിയ യാത്ര പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. പെട്ടെന്നൊരു യാത്ര പോകാനുള്ളൊരു അവസരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു യാത്ര ഉണ്ട്. ഒക്ടോബർ മന്ത് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒക്ടോബർ മന്തിൽ ഈ ഒരു വർഷം ഒക്ടോബർ മാസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാം. അത് ചിലപ്പോൾ നിങ്ങളുടെ വിവാഹമാകാം, നിങ്ങളുടെ വീടിൻ്റെ പാലുകാച്ചാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഒക്ടോബറിൽ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അത് ചിലപ്പോൾ കുട്ടികളുടെ വിവാഹം ഒക്കെ ഒക്ടോബറിൽ നടക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നാണ് കാണുന്നത്. സ്റ്റാറാണ്, ഗ്യാരണ്ടീഡ് സക്സസ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുമ്പോൾ തന്നെ വിജയം നമ്മളിലേക്ക് എത്തും. നമ്മളുടെ നെഗറ്റീവ് സൈഡ് നമുക്ക് ആലോചിക്കണം. കാരണം നെഗറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ അത് തിരുത്താൻ പറ്റുള്ളൂ. അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അത് തിരുത്താൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ചെയ്യണമെല്ലാം ശരിയാണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരു കാര്യം തിരുത്താൻ പറ്റില്ല. ഞാൻ ശരിയാണ്, ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യുന്ന ആൾക്കാർ
അവരൊരിക്കലും അവർ ചിന്തിക്കുന്നില്ല, അവർ തിരിച്ചറിയുന്നില്ല അവർ ചെയ്യുന്നത് തെറ്റാണെന്ന്. അവർ തിരിച്ചറിയാത്തത് കൊണ്ടാണ് അവർ അത് വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, ഇത് എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇത് എൻ്റെ മിസ്റ്റേക്കാണെന്ന് മനസ്സിലാക്കിയാൽ അതവിടെ തീർന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ കാര്യത്തിൽ വിജയം ഉറപ്പാണെന്നാണ്. അപ്പോൾ എല്ലാവർക്കും ആ വിജയം ഉണ്ടാകട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.